അപ്പോൾ ഡിവൈൻ മാസ്കുലിൻസിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിങ്ങനെ അതിൽ നിന്നൊരു കാർഡ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ കാർഡ് യൂണിയൻ കാർഡാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫിസിക്കൽ യൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനോ അത്രയും നാൾ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഫസ്റ്റ് കിട്ടിയ കാർഡ് യൂണിയൻ കാർഡാണ്. പക്ഷേ കുറേ പേരൊക്കെ നല്ല രീതിയിൽ ഹീൽ ചെയ്തവർക്ക് 2-3 ഇയേഴ്സൊക്കെ ആയവർ യൂണിയൻ ആവാൻ വളരെ ചാൻസ് കാണിക്കാറുണ്ട് നമ്മൾ കാർഡ്സൊക്കെ എടുക്കുമ്പോൾ. ആൻഡ് ഡിവൈൻ മാസ്കുലിൻസ് ആണെങ്കിൽ അവർ ഡീപ്പ് കണ്ടംപ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് തെറ്റുപറ്റിയത്, ആ പെയിനും കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പോൾ റിയലൈസ് ആവുന്നുണ്ട്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ടവർ മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് അവർ കൂടുതൽ കടന്നു പോകുന്നത്. കാരണം ഡീപ്പ് കണ്ടംപ്ലേഷനാണ്. പിന്നെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അവർ മീൻസ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തെങ്കിൽ പോലും അവർ പല സോഷ്യൽ മീഡിയയിൽ വഴി അല്ലെങ്കിൽ അവർ നിങ്ങൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നു, നിങ്ങളെ ബ്യൂട്ടി അഡ്മയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. മെഡിറ്റേഷൻസ് അവർ മെല്ലെ മെല്ലെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും സൈലൻസിലിരിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മാരേജിൻ്റെ കാർഡ് കൊണ്ടും വന്നിട്ടുണ്ട്. അവർക്ക് മാരേജ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കുറേ പേര് മാരേജിൽ മാരീഡ് ആയിരിക്കാം എങ്കിൽ പോലും ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടൊരു ദിസ് ഈസ് ദ മെസ്സേജ് ഫോർ ഡിവൈൻ ഫെമിനിൻ ഫ്രം ഡിവൈൻ മാസ്കുലിൻ. ഡിവൈൻ മാസ്കുലിൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ കാലത്ത് തന്നെ യൂണിയനാണ്. അപ്പോൾ യൂണിയനും മാരേജും ഉണ്ട്. സോ കുറേ പേർക്ക് മാരേജ് നടക്കാൻ ചാൻസ് കാണിക്കുന്നുണ്ട്, യൂണിയൻ ആവാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. ഡീപ്പ് കണ്ടംപ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പെയിനും കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. കാർമിക്കിൻ്റെ എൻഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലവ് ബിലീവ്സ് ഒരു കാർഡും കൂടി ഞാൻ എടുത്തു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രണയത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അതൊരു വിശ്വസിച്ചത് ഇത് ട്രൂ ആയിരിക്കില്ല, ഫേക്ക് ആയിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രണയം അവർക്കിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് ഒട്ടും മറന്നു പോകാൻ പറ്റാത്തൊരു പോലെ ഒരു കാർഡും കൂടി എടുക്കാമെന്ന് വിചാരിക്കുക. പാഷൻ, ഓഫ് കോഴ്സ് അവർക്ക് നല്ല പാഷൻ ഉണ്ട് നിങ്ങളോടും. ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു പാഷൻ ഉണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഗെറ്റ് ടു നോ ഈച്ച് അതർ, ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, അതിൻ്റെ ആണ് പ്രശ്നം എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പല പല ഭാഗത്തിൽ നിന്ന് അവരെ തന്നെ മനസ്സിലാക്കുകയാണ്. ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ ഈ കാർഡ് വന്നിരുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ 3Dയിൽ ഇരിക്കുകയാണ്. അപ്പോൾ 3Dയുടെ പുറത്തേക്ക് നോക്കണം. അതാണ് ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ. അവർ ഇല്യൂഷണറി വേൾഡിലാണ് ഇത്ര നാളും. അതിൽ പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടിയില്ല. ഓൺലി പെയിൻ സഫറിങ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറം അവർക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. യെസ്, ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് ഇത് കിട്ടിയപ്പോഴാണ് അവർ കൂടുതലും ഡിവൈൻ ഫെമിനിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും. എന്താണ് ഈ റിലേഷൻഷിപ്പ്, ട്രൂ ആണോ അതോ ചുമ്മാ ഒരു ഫേക്കിംഗ് ആണോ എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. ഓക്കെ, അവർക്ക് കുറേ ലെസൺസ് അവരെ ഹൃദയം തന്നെ മുറിഞ്ഞവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് കുറേ ലെസൺസും എക്സ്പീരിയൻസസും ഒക്കെ അവരെ ഡിവൈൻ ഫെമിനിനെ മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടിയ പാഠങ്ങളൊക്കെ പഠിച്ചു. അപ്പോഴാണ് അവർ റിയൽ ആയിട്ടുള്ള സ്നേഹത്തിനെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ചിട്ടുള്ളൊരു പാഷനൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്ക് കിട്ടിയ കാർഡ്സ്. യൂണിയൻ കാർഡിൻ്റെ, മാരേജ് കാർഡിനൊക്കെ നല്ല പോസിറ്റീവാണ്. അവർ കറൻ്റ്ലി ഡിവൈൻ മാസ്കുലിൻസ് വളരെ ഹീലിങ്ങിലൂടെ കടന്നു പോവാണ്. അവേക്കണിങ്, ഒരു മാസ് അവേക്കണിങ് പോലെ, ഒരു ഡീപ്പ് അവേക്കണിങ് ആയിട്ട് പറയാം. അതിൽ നിന്ന് കടന്നവർ ഈ മാരേജ് എന്ന കാർഡിലേക്ക് പോലെ മാരേജും യൂണിയനും ആ ഒരു അട്രാക്ഷനും ആ പ്രണയത്തിൽ ബിലീവ് ചെയ്യാനൊക്കെ, ബിലീഫ് മീൻസ് ആ ഒരു വിശ്വാസം അവർ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീടും അവരതിലേക്ക് വരികയാണ്. സോ ഇതാണ് ഡിവൈൻ മാസ്കുലിൻസ് കറൻറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സിൻ്റെ ആണ് നമ്മളെടുത്തത്. സോ നല്ലൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡീപ്പ് കണ്ടംപ്ലേഷനൊക്കെ ഉണ്ട്. കുറച്ച് പെയിൻ വിത്തൗട്ട് പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്ന പോലെ പെയിൻ ആവശ്യമാണ്. ആ പെയിനിൽ നിന്നാണ് നമ്മളും ഡിവൈൻ ഫെമിനിൻസും ഹീലിങ്ങിലേക്ക് എത്തിയതും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിയതും ഈ പെയിനിൽ നിന്നാണ്. അപ്പോൾ ആ പെയിനോട് നെസസറി ആയിരുന്നു. അപ്പോൾ ഇത് കാണുന്നവർ പല സ്റ്റേജസ് ഉണ്ടായിരിക്കും. സോ നല്ല രീതിയിൽ ഇന്നോവൊക്കെ ചെയ്ത് കുറച്ചധികം 3 to 4 ഇയേഴ്സൊക്കെ ആയവരാണെങ്കിൽ ഈ ഒരു ഇയർ തന്നെ മാരേജ് പോസിബിലിറ്റി അല്ലെങ്കിൽ യൂണിയൻ പോസിബിലിറ്റി നന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റീഡിങ്. സോ താങ്ക് യു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല ഓഫറൊക്കെ ഉണ്ട്. ഓക്കെ, സോ താങ്ക്